നിങ്ങളൊരു സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക. 2026 ഏപ്രിൽ 1 മുതൽ ബാങ്കിംഗ് സെക്ടറിൽ ഒരു വലിയ റീസെറ്റ് നടന്നിട്ടുണ്ട്. നിങ്ങളുടെ പണം എടുക്കുന്ന രീതിയിൽ നിന്ന് സോഷ്യൽ മീഡിയ വരെ ഇമ്പാക്ട് ചെയ്യുന്ന വലിയ വലിയ റൂളുകൾ. നമ്മളെല്ലാവരും ദിവസവും പണം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അത് ഓൺലൈനായിട്ടും അതല്ല ലിക്വിഡ് മണി ആയിട്ടും. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഇനി തൊട്ട് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിലും പണം പിൻവലിക്കുന്നതിലും ഈവൻ മറ്റൊരാൾക്ക് പണം കൊടുക്കുന്നതിലും വരെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാൻ ഒരു കാരണമാകാം. അതുമാത്രമല്ല 84% വരെ ടാക്സ് പ്ലസ് പെനാലിറ്റി അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എത്ര പണം ഇനി തൊട്ട് നമുക്ക് ബാങ്കിൽ ഇടാൻ സാധിക്കും? പാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാഷ് ഉപയോഗത്തിൽ എന്തൊക്കെ ലിമിറ്റ്സ് ആണ് വന്നത്? എന്ത് തെറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് പെനാലിറ്റി വരുന്നത്? ഈ കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങള് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങൾ വരെ നിങ്ങൾക്ക് നഷ്ടം വന്നേക്കാം. നമസ്കാരം, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജ്ന. അപ്പം ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇതുപോലെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ലിമിറ്റിനെ കുറിച്ചാണ്. സോ പണത്തിന്റെ ലിമിറ്റ് ഒരുപക്ഷെ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ പലർക്കും തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയം കൂടിയാണിത്. 2026 മുതലുള്ള പുതിയ നിയമപ്രകാരം നിങ്ങൾക്ക് പാൻ നമ്പർ ഉണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷം രൂപ വരെ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ അത് കറന്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കറന്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം ക്യാഷ് ആയിട്ട് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു സിംഗിൾ ട്രാൻസാക്ഷന്റെ ലിമിറ്റ് അല്ല ഞാൻ പറയുന്നത്. ഇതൊരു ടോട്ടൽ ഇയർലി ലിമിറ്റ് ആണ്. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ വീതം 10 തവണ ഡെപ്പോസിറ്റ് ചെയ്താലും 10 ലക്ഷം ക്രോസ് ചെയ്താൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇത് പാൻ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി പാൻ നമ്പർ ഇല്ലെങ്കിൽ, പാൻ കാർഡ് ഇല്ലെങ്കിൽ എന്താണ് മാറ്റം നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കേട്ടോ ഈ വർഷത്തെ. പാൻ ഇല്ലാതെ 5 ലക്ഷം രൂപയുടെ മുകളിൽ നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ വർഷത്തിൽ നടത്തുകയാണെങ്കിൽ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടീസ് വരും. അതുമായി SMS ആയിരിക്കും, ചിലപ്പം ഒരുപക്ഷെ മെയിൽ ആയിരിക്കും, അതുമല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിൽ കൊറിയർ വരും. അപ്പൊ അവിടെ അവർ ചോദിക്കും ഈ പണം എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. ഇനി എന്താണ് ഈ ഒരു പെനാലിറ്റി? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതായത് SFT ആൻഡ് പെനാലിറ്റി എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിന്റെ പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അഥവാ SFT. സോ ഇങ്ങനെ വലിയ വലിയ ട്രാൻസാക്ഷൻസ് വരുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ ലിമിറ്റിന് അതീതമായി നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം വലിയൊരു ട്രാൻസാക്ഷൻസ് ആയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യും. സോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതിനെ അനലൈസ് ചെയ്യും. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്താൽ പ്രശ്നമില്ല. പക്ഷേ എക്സ്പ്ലനേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ 84% വരെ ടാക്സും പ്ലസ് പെനാലിറ്റിയും വരാം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻകം സോഴ്സ് ക്ലിയർ ആയിരിക്കണം, ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. ഇപ്പൊ നമ്മൾ ഡെപ്പോസിറ്റിനെ കുറിച്ചാണ് ആദ്യത്തെ സെക്ഷനിൽ സംസാരിച്ചത്. ഇനി നമുക്ക് വിഡ്രോവൽ, അതായത് നമ്മൾ പിൻവലിക്കുന്ന പൈസയുടെ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, എടുക്കുമ്പോഴും കുറച്ച് റൂൾസ് ഉണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതായത് TDS വഴി ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ITR കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നം വരും കേട്ടോ. ഇനി ഈ ഒരു സെക്ഷനിൽ 20 ലക്ഷം രൂപ വരെ സേഫ് ആണ്. അതായത് 20 ലക്ഷം രൂപ എമൗണ്ട് ക്രോസ് ചെയ്താലാണ് 2% TDS കട്ടാവുക. ഇനി നമുക്ക് ലിമിറ്റ്സ് നോക്കാം. ITR ഫയൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ 20 ലക്ഷം രൂപ വരെ നിങ്ങൾ സേഫ് ആണ്. 20 ലക്ഷം രൂപ ക്രോസ് ചെയ്താൽ 2% TDS ഡിഡക്ട് ചെയ്യും. ഇനി അത് 1 കോടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ 5% TDS ആയിട്ട് ഡിഡക്ട് ചെയ്യും. ഇനി നിങ്ങൾ റെഗുലർ ആയിട്ട് ITR ഫയൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 കോടി വരെ സേഫ് ആണ്. അതായത് ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ പേടിക്കേണ്ട, 1 കോടി വരെ നിങ്ങൾ സെറ്റാണ്, സേഫ് ആണ്. അതിനുശേഷം മാത്രമേ 2% TDS വരുള്ളൂ. ഇവിടെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ TDS നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യുമ്പോൾ ക്ലെയിം ചെയ്യാന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. TDS കട്ട് ചെയ്യുന്ന എമൗണ്ട് ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തിട്ട് അത് തിരിച്ചെടുക്കാവുന്നതാണ്. സോ ITR കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. ഇനി നമുക്ക് മറ്റ് ക്യാഷ് ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാഷ് സെയിൽസ് റൂൾസ് വരുന്നത്, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ദിവസം 2 ലക്ഷം
ക്യാഷ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് അതിന് മുകളിലേക്ക് 2 ലക്ഷത്തിന് മുകളിലേക്ക് പോയാൽ 100% പെനാൽറ്റി ആയിരിക്കും. 2 ലക്ഷം രൂപയാണ് നിങ്ങൾ ക്യാഷ് ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ തന്നെ ആയിരിക്കും പെനാൽറ്റി. ദാറ്റ് ഇസ് 100% പെനാൽറ്റി. പ്രോപ്പർട്ടി ഡീൽസിലൊക്കെ 20,000 മുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇല്ലീഗലാണ്. അതൊരു അഡ്വാൻസ് ആകട്ടെ, എഗ്രിമെന്റ് എമൗണ്ട് ആകട്ടെ, അല്ലെങ്കിൽ സെയിൽസ് എമൗണ്ട് ആകട്ടെ, എന്താണെങ്കിലും പെനാൽറ്റി വരും. 50 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ 50 ലക്ഷം രൂപ പെനാൽറ്റി ആയിരിക്കും. അതായത് 100% പെനാൽറ്റി വരും. ഇനി നമുക്ക് ക്യാഷ് ലോൺസിനെ കുറിച്ച് നോക്കാം. അതായത് 20,000 മുകളിലുള്ള ലോണ് ക്യാഷ് ആയിട്ട് വാങ്ങാൻ പാടില്ല. അത് റീപേ ചെയ്യാനും പാടില്ല. 20,000 ആണ് ആ ഒരു ലിമിറ്റ് വരുന്നത്. ഇതിൽ എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ 100% തന്നെയാണ് ഇവിടെയും പെനാൽറ്റി വരുന്നത്. ഇനി സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതായത് റെന്റ് ഡെപ്പോസിറ്റ് ഒക്കെ ഇനി 20,000 മുകളിൽ ക്യാഷ് ആയിട്ട് വാങ്ങാൻ പാടില്ല, തിരിച്ചു കൊടുക്കാനും പാടില്ല. ഇതൊക്കെ പുതിയ റൂൾസിൽ വന്ന മാറ്റങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പണം വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്നുള്ളൊരു പ്രശ്നം മാറ്റർ അല്ല. ഈ റൂൾസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി ഉറപ്പായിട്ടും വരും. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ബിസിനസ് എക്സ്പെൻസിലേക്ക് പോവുകയാണെങ്കിൽ, ബിസിനസ്സിൽ ഒരു ദിവസം 10,000 മുകളിൽ ക്യാഷ് എക്സ്പെൻസ് ചെയ്താൽ ആ എക്സ്പെൻസ് ഇതിൽ കൺസിഡർ ചെയ്യില്ല. അത് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ പ്രോഫിറ്റ് അപ്പോൾ കൂടുമല്ലോ. കൂടുന്ന സമയത്ത് നിങ്ങളുടെ ടാക്സും കൂടും. അത്രയേ ഉള്ളൂ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു റൂൾസ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? അതായത് ക്യാഷ് നമുക്ക് എത്ര പിൻവലിക്കാം, മാക്സിമം എത്ര പിൻവലിച്ചാലാണ് നമുക്ക് പെനാൽറ്റി വരുന്നത്, അതുപോലെ എത്ര ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് പെനാൽറ്റി വരുന്നത്, അതിന്റെ തന്നെ ഓരോ സെക്ഷൻസ്. അതായത് ക്യാഷ് സെയിൽസ് ലിമിറ്റ്, പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ലിമിറ്റ്സ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ക്യാഷ് ആയിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റ്, ക്യാഷ് ലോൺസ് ക്യാഷ് ആയിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ബിസിനസ് ക്യാഷ് എക്സ്പെൻസ്, ഇതൊക്കെ നമ്മളിപ്പോൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പൊ ഫൈനലായിട്ട് ഞാനൊരു ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയ ഒരു വലിയ ലെസൺ എന്താണ്? പണം ലീഗലായാലും ക്യാഷ് ആയിട്ട് ഉപയോഗിച്ചാൽ അതവിടെ പ്രശ്നങ്ങൾ വരാം. നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും ലിമിറ്റ് എക്സീഡ് ചെയ്താൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലിമിറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യുക മാക്സിമം. അതുപോലെ പ്രോപ്പർ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ത് ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിലും. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് നോട്ടീസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ലിമിറ്റ്സ് അറിഞ്ഞാലേ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിന്റെ നോട്ടീസ് വരിക, പെനാൽറ്റി വരിക. അപ്പോൾ നമ്മൾ അതൊക്കെ പേ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരിക്കും. നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഈ ഒരു ചാനലിലൂടെ നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് കൊടുക്കുന്നത്. മീ അജ്ന സൈനിങ് ഓഫ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.